വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ദ മോസ്റ്റ് അവൈറ്റഡ് ഏലിയൻ റോമുലസ് കണ്ടിട്ട് വന്നു. മൂവി എങ്ങനെയുണ്ടെന്ന് പറയട്ടെ? ഇപ്പൊ പറയാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവോ? അപ്പോൾ വേഗം നമുക്ക് മൂവിയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഫെഡൽ വാരിസ് ഡയറക്ട് ചെയ്ത് പുറത്തു വന്ന സാക്ഷാൽ ഏലിയൻ ഫ്രാഞ്ചൈസിലെ 9th ഇൻസ്റ്റാൾമെന്റ് ആയ ഏലിയൻ റോമുലസ്. സീക്വൽസ് എന്നും ഫ്രാഞ്ചൈസി എന്നൊക്കെ കേൾക്കുമ്പോൾ അൺസർട്ടനിറ്റിയും കൊള്ളായിരിക്കുമെന്ന ഡൗട്ട്സും ഒക്കെ വളരെയധികം തോന്നുന്ന മണി മിന്റിംഗ് എന്ന ഒറ്റ ഉദ്ദേശത്തോടെ യാതൊരു ആർട്ടിസ്റ്റിക് വാല്യൂസും ഇല്ലാതെ ചറപറ സീക്വൽസ് വന്നിറങ്ങുന്ന ഈ ഒരു ടൈമിൽ വളരെയധികം റിയഷ്യൂരിറ്റി തരുന്ന മികച്ച ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ് റോമുലസ് എന്ന് ഈസി ആയിട്ട് പറയാം. ആൻഡ് അതിന്റെ കൂടെ തന്നെ പറയാം, പക്ക തിയേറ്റർ വാച്ച് മൂവി. വിഷ്വൽസ് കൊണ്ടായാലും ഓഡിയോ എഫക്ട്സ് കൊണ്ടായാലും എല്ലാം നിങ്ങൾ ഈ സിനിമ ഫസ്റ്റ് ടൈം കാണുന്നത് ഒരു നല്ല തിയേറ്ററിൽ തന്നെ ആയിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം. അതേപോലെ സൈഫൈ മാത്രമല്ലല്ലോ, ഹൊറർ ഫിലിം കൂടെയല്ലേ എന്ന് ചോദിച്ചാൽ സൈഫൈ ഒക്കെ പിന്നെ, ആദ്യം നല്ല കട്ട ഹൊറർ, അതാണ് ഉത്തരം. മൂവിയുടെ ഒരുപാട് ഇൻസ്റ്റൻസസിൽ ഞെട്ടി വിറയ്ക്കാനുള്ള എല്ലാ പരിപാടികളും അവരിത് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അതും ഇതിനു മുമ്പുള്ള മറ്റൊരു ഫിലിം കണ്ടിട്ടില്ലെങ്കിൽ പോലും നല്ലപോലെ വർക്കാവുന്ന തരം എക്സിക്യൂഷൻ തന്നെയാണ്. നമ്മൾ മുമ്പ് ഏലിയൻ ഫ്രാഞ്ചൈസി എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ ആദ്യത്തെ രണ്ട് മൂവീസ്, 1979 ഏലിയൻ ആൻഡ് 1986 ഏലിയൻസ്. ഈ രണ്ട് സിനിമകളുടെ ഇൻസിഡൻസിന്റെ ഇടയ്ക്ക് തന്നെയാണ് ഏലിയൻ റോമുലസിന്റെ കഥ നടക്കുന്നത്. ആ ഒരു യൂണിവേഴ്സിൽ നോക്കുമ്പോൾ ഏതാണ്ട് CE 2142 എന്ന ഇയറിൽ. ഫിലിമിന്റെ പ്ലോട്ടായിട്ട് ഞാൻ പറയുന്നില്ല, ബട്ട് ആസ് യൂഷ്വൽ ഏലിയൻസിനെയും പൈസയും വല്ലാതെ സ്നേഹിക്കുകയും മനുഷ്യന്റെ ജീവന് പുല്ല് വില കൊടുക്കുകയും ചെയ്യുന്ന വെയ്ലൻ യൂറ്റനി കോർപ്പറേഷൻ തന്നെയാണ് നേരിട്ടല്ലെങ്കിലും ഇവിടെയും പണികൾക്കുള്ള സ്റ്റേജ് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതിന്റെ പണി മേടിക്കുന്ന ടീം സ്വന്തം ഇഷ്ടത്തിന് വന്ന് ചാടുന്നതാണെന്ന് മാത്രം. ഓൾമോസ്റ്റ് 2 മണിക്കൂറാണ് ഫിലിമിന്റെ റണ്ണിങ് ടൈം. അതിൽ തന്നെ ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ടൈം ആ ഒരു സിറ്റുവേഷൻ സെറ്റ് ചെയ്യാനും ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻസ് നടത്താനും ഒക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. മെയിൻലി ഹേലി സ്പെയ്നിയുടെ റെയിൻ എന്ന ക്യാരക്ടറും ഡേവിഡ് ജോൺസന്റെ ആൻഡി എന്ന ആൻഡ്രോയിഡും തമ്മിലുള്ള ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതാണ് ഈ ഒരു ടൈമിൽ നടക്കുന്നത്. ഹേലി സ്പെയ്നിക്ക് ഒരു വണ്ടർഫുൾ പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള അവസരം തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു മൊമെന്റ് ടു മൊമെന്റ് ഹൊററിലൂടെ പോകുന്ന സിനിമ എന്ന രീതി നോക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന വേൾഡിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ അവർ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമ തുടങ്ങുമ്പോഴുള്ള സാധാരണ ഒരു സ്ട്രഗ്ലിംഗ് യൂത്ത് എന്ന ലെവലിൽ നിന്നും ഒരു ഹീറോയിക് നേച്ചറിലേക്ക് ഉയരാൻ പാകത്തിനുള്ള മൊമെന്റ്സ് റെയിൻ എന്ന ക്യാരക്ടറിന് കിട്ടുന്നുണ്ട്. എങ്കിലും എലൻ റിപ്ലി എന്ന സിഗോർണി വീവറിന്റെ ഐക്കോണിക് ക്യാരക്ടറിനോടൊന്നും കമ്പയർ ചെയ്യാറായിട്ടില്ല. ഇനി അങ്ങോട്ട് അവർ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ആൻഡ് ഡേവിഡ് ജോൺസൺ ഒരു ആൻഡ്രോയിഡ് റോളായിട്ട്, അതായത് അധികം എക്സ്പ്രസീവ് ഒന്നും ആവാൻ പറ്റിയ ഒരു ക്യാരക്ടർ അല്ല കിട്ടിയിരുന്നതെങ്കിലും നന്നായിട്ട് തന്നെ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡി എന്ന പുള്ളിയുടെ ക്യാരക്ടർ ഫേസ് ചെയ്യുന്ന ബുള്ളിങ് പോലുള്ള ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ നമുക്ക് കണക്ട് ആവുന്ന തരത്തിൽ അദ്ദേഹം അത് ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. ദ ഒറിജിനൽ മൂവി ഏലിയൻ ആ ഒരു സിനിമയെ വല്ലാതെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അതേ രീതിയിലുള്ള ഒരു ഹൊറർ ആൻഡ് ക്ലോസ്ട്രോഫോബിക് ഫീൽ തന്നെയാണ് ഈ ഫിലിമിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഫിലിമിന്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ശരിക്കും ഇവിടെ സ്റ്റാർ. മാർവലസ് സിനിമാറ്റോഗ്രാഫി, അതേപോലെ എടുത്തു പറയേണ്ടതാണ് വിഷ്വൽ എഫക്ട്സ്. ഏലിയൻ മൂവിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കോൾഡ് ഗ്രേയിഷ് ടെംപ് ആൻഡ് ടോൺസ് പടത്തിൽ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ടെൻഷൻ ആൻഡ് സസ്പെൻസ് നല്ലതുപോലെ ലൈവ് ആക്കി നിർത്തിയ മ്യൂസിക് ആൻഡ് സൗണ്ട് ഡിസൈൻ. വല്ലാതെ ലൗഡ് ആൻഡ് ബൂമിംഗ് ആയിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലല്ല, വളരെ ഇമേഴ്സീവ് ആക്കി നിർത്തുന്ന തരം ഒരു സൗണ്ട് ട്രാക്ക് ആണ് യൂസ് ചെയ്തേക്കുന്നത്. റോമുലസ് എന്ന ഈ ലേറ്റസ്റ്റ് അഡിഷൻ അപ്പൊ ഈ ഒരു ഹൊറർ സാഗയുടെ ഫാൻസിന് നൊസ്റ്റാൾജിയ സെർവ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഫ്രഷ് പെർസ്പെക്റ്റീവ് കൂടെ തരുന്നുണ്ട്. ഒരേ സമയം ഫ്രാഞ്ചൈസിയിലേക്ക് ഒരു വർത്തി എൻട്രി ആയിട്ടും അതേസമയം പുതിയതായി സിനിമ കാണുന്ന ആൾക്കാർക്ക് ഒരു വർത്തി വാച്ച് ആയിട്ടും ഫീൽ ചെയ്യുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷെ ഫ്രാഞ്ചൈസിയിലെ എലമെന്റ്സ്, അതായത് അതിൽ ഏലിയൻ ലൈഫ് സ്റ്റേജസിനെയും പ്ലോട്ടിലെ കാര്യങ്ങളെയും ഒക്കെ യൂസ് ചെയ്യുന്നതും ഒരു ഹോമേജ് കൊടുക്കുക എന്ന രീതിയിൽ നന്നായിട്ടുണ്ടെങ്കിലും ആദ്യത്തെ മൂവിയിലേക്ക് ഇതിനെ കണക്ട് ചെയ്യുന്ന ചില കോൾ ബാക്സ് അത്ര അങ്ങോട്ട് സ്ട്രൈക്കിംഗ് ആയിട്ടില്ല എന്ന് പറയാം. മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ ഓഡിയൻസിനിടയിൽ എത്രത്തോളം പോപ്പുലർ ആണ് ഏലിയൻ ഫ്രാഞ്ചൈസി എന്നറിയില്ല. പക്ഷെ നമ്മളിൽ തന്നെയുള്ള ഹോളിവുഡ് മൂവി ലവേഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫ്രാഞ്ചൈസി ആണല്ലോ ഇത്. സോ അങ്ങനെയുള്ളവർ സ്വാഭാവികമായിട്ടും വളരെ ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഫിലിമാണ് റോമുലസ്. ആൻഡ് നമുക്കിതിവിടെ ജസ്റ്റ് ഇന്നലെ റിലീസ് ആയിട്ടേ ഉള്ളൂ എങ്കിലും USA ഉൾപ്പെടെ ഗ്ലോബൽ റിലീസ് നേരത്തെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഈ ഫിലിം കാണുന്ന ടൈം ആയപ്പോഴേക്കും ഫിലിം അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് റിക്കവർ ചെയ്ത് ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് സ്റ്റേറ്റസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഒരു കാര്യം തോന്നിയത്, ഈ ഫിലിമിന് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വലിയ ചാലഞ്ചാണ്. അതായത് 1979 ഏലിയൻ പുറത്തു വരുമ്പോൾ അതിലെ ഷിപ്സിൽ യൂസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്ന മോഡേൺ ഫെസിലിറ്റീസ്, കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെ ശരിക്കും അന്ന് കണ്ടവർക്ക് ഫ്യൂച്ചറിസ്റ്റിക് തന്നെയാണ്. ബട്ട് റോമുലസ് വരുന്ന ഈ ഒരു കാലം ആയപ്പോഴേക്ക് നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ് ഒരുപാട് മാറിയിട്ടുണ്ട്. എന്നാൽ ആദ്യ ചിത്രങ്ങളുടെ ഒരു ഇന്റർക്വലായി വരുമ്പോൾ അന്ന് കാണിച്ച കാര്യങ്ങൾ തന്നെ അധികം മാറ്റാതെ ഇവിടെ കാണിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഒരേ സമയം ഫ്യൂച്ചറിസ്റ്റിക് ആയി എന്ന് പറഞ്ഞ് അന്ന് കാണിച്ച് ഇന്ന് നമുക്ക് പഴഞ്ചനായി തോന്നിയേക്കാവുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ കാണിക്കുകയും വേണം. എന്നാൽ ഫിലിം 2142 എന്ന ഹ്യൂമൻസ് വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു പീരീഡിലാണ് നടക്കുന്നതെന്ന് നമുക്ക് തോന്നുകയും വേണം.
ഈ ഒരു ചാലഞ്ച് എങ്ങനെ മറികടക്കും? ആസ് സച്ച് അതിന് പറ്റില്ലെങ്കിലും പിന്നെ ചെയ്യാൻ പറ്റുന്നത് വളരെ ടൈറ്റ് ആയ ഒരു സ്ക്രീൻ പ്ലേയിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് സമയം കളയാൻ നമ്മൾ സമ്മതിക്കാതെ, എന്നാൽ ഫാൻ സർവീസ് മൊമെന്റ്സിൽ മാത്രം അതൊന്ന് കാണിച്ചു പോവുകയും ബാക്കി സമയം മുഴുവൻ ഇമോഷണലി കണക്റ്റഡ് ആക്കി എൻഗേജിംഗ് ആയി ഇരുത്തിക്കൊണ്ട് പോകാനും നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ ഉള്ളതാണ് റോമുലസ് ഓക്വേർഡ്നെസ് ഒന്നും തോന്നിക്കാതെ വർക്ക് ആവുന്നതിന്റെ മറ്റൊരു റീസൺ. ഓവറോൾ അപ്പോൾ റിഡ്ലി സ്കോട്ടും ജെയിംസ് കാമറോണും പോലെയുള്ള വെറ്ററൻസ് കൈവച്ച് ആ സംഭവങ്ങളാക്കിയ ആദ്യ സിനിമകളുടെ ഒരു റീറ്റെല്ലിംഗ്. എന്നാൽ കണ്ടത് തന്നെ വീണ്ടും കാണിച്ചു മടുപ്പിക്കാതെ ഇന്നത്തെ കാലത്തിന് വേണ്ട രീതിയിലുള്ള ഷോട്ട്സും എഫക്ട്സും ഒക്കെ യൂസ് ചെയ്ത് ഫെഡ് അൽവാരസ് എന്ന ഡയറക്ടർ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയി വർക്ക് ചെയ്ത് ഈ ഫ്രാഞ്ചൈസിയുടെ സിഗ്നേച്ചർ ആയ ടെറർ ഫിയർ എന്ന ഇൻഗ്രീഡിയൻസ് മാഗ്നിഫൈ ചെയ്ത് ഒരു പ്രോപ്പർ ബിഗ് സ്ക്രീൻ ട്രീറ്റ് ആക്കി നമുക്ക് തന്നിട്ടുള്ള ഫ്രാഞ്ചൈസിയുടെ പേര് കാത്തു സൂക്ഷിക്കുന്ന നല്ലൊരു സൈഫൈ ഹൊറർ ത്രില്ലർ, അതാണ് ഏലിയൻ റോമുലസ്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, നല്ല സൗണ്ട് ക്വാളിറ്റിയും സ്ക്രീൻ ക്വാളിറ്റിയും ഉള്ള തിയേറ്റർ സെലക്ട് ചെയ്യുക, ഫിലിം കാണുക, നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് കൂടെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ബൈ.